ഡേയ്സ് വെൽക്കം ടു യുവർ ന്യൂ വ്ളോഗ്. ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോകണം. നിങ്ങൾ അപ്പൊ എന്റെ കൂടെ വരിക. ഇതിന്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ കമോൺ, ലെറ്റ്സ് ഗോ. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. Through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. Cheese? ഞാനൊരു കോപ്പി പറഞ്ഞു. Through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. ഇതെന്റെ ഫസ്റ്റ് ബ്ലോഗാണ്. ഫസ്റ്റ് ബ്ലോഗിൽ തന്നെ എന്റെ ലക്കായിട്ട് എനിക്ക് ബിഗ് ബോസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ജിൻഡോ അങ്കിളിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്കിളോട് ചോദിക്കാം, എന്റെ ബ്ലോഗ് എങ്ങനെയായിട്ട് പോകും പറയൂ. എങ്ങനെയായിട്ട് പോകും? എനിക്കറിയണ്ടേ. ഇവിടെ ജസ്റ്റ് എന്താ പറയാ, ഇത് എവിടെ സ്ഥലം? ഞങ്ങൾക്ക് ആർക്കും അറിയില്ല സ്ഥലം എവിടെയാണ്. കാരണം ഞങ്ങൾ പോണ ഓൺ ദ വേയില് ട്രിവാൻഡ്രം പോണ വഴിയാണ്. ഒരു ഹോട്ടലില് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയല്ലേ, ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു. ബ്ലോഗ് എടുത്തിട്ട് വന്ന സമയത്ത് നമ്മളെ കാണണം അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ആരല്ലക്ക
എന്റെ ലക്ക് എന്റെ ലക്കും എന്റെ ലക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കുഞ്ഞപ്പിക്കിന്റെ പേരെന്താ? എസ്തർ. എസ്തർ. വാവ്, നൈസ് നെയിം, എസ്തർ. താങ്ക് യു. എസ്തറിന്റെ ബ്ലോഗർ ഇങ്ങനെ ഇങ്ങനെ ടക്കടക്കടക്കടാന്ന് പൊക്കോളും. ഓണം അപ്പൊ നല്ലൊരു ബ്ലോഗറായി മാറാ, നല്ലൊരു ആക്റ്റീവായിട്ട് അല്ലേ? കുട്ടിയൊക്കെ നല്ല പൊക്കിയോട് കെട്ടി വെച്ചോ, നല്ലൊരു സ്റ്റൈലിൽ ഇങ്ങനെ കെട്ടി വെച്ച് ഇച്ചിരി ഉള്ളത് പറക്കിടണം, മനസ്സിലായോ? അതിന് വീണ്ടും വെട്ടാണ്ടതാ ബ്ലോഗ് ചെയ്യാൻ നമുക്ക് നാണണ്ട, ആക്റ്റീവ് ആണോ? നാളെങ്കാറും ഞാൻ ഫസ്റ്റത്തെ ബ്ലോഗ് തന്നെ ചെയ്തത് പേടിച്ച അപ്പഴാ ഇത്. പിന്നെ ചേട്ടാ, ഈ 24 പേര് ചേട്ടനെ മണ്ടൻ വിളിച്ച് മുദ്ര കുത്തി. അപ്പൊ ചേട്ടന് അതിലൂടെ ജയിച്ചു വന്നപ്പോ അവരോട് പറയാനുള്ള കാര്യം എന്താണ്, പറയൂ. എന്റെ കൂടെ മത്സരിച്ച ആൾക്കാരോടോ? അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, അതിന്റെ ഗെയിമിന്റെ ഭാഗമാണ്. ഒരു നമ്മള് അങ്ങനെ എന്താന്ന് പറയാ, എന്ത് ചെയ്യാ, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഒരുപാട് ചുറ്റും ഒക്കെ ഒരുപാട് അവരെയും വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ആ ഒരു സിറ്റുവേഷനാണ്, സിറ്റുവേഷനിൽ തീരണം. അത് എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല, മനസ്സിലായി. അത് നമുക്ക് മണ്ടൻ ടാഗ് കിട്ടിയപ്പോൾ നമ്മൾ സന്തോഷത്തോടെ അവരോടും ചിരിച്ച് എല്ലാവരോടും താങ്ക്സ് പറഞ്ഞാൽ വാങ്ങിച്ചത്. കാരണം നമുക്ക് അവിടെ എന്ത് കിട്ടിയാലും അതിനൊരു പോസിറ്റീവ് ആക്കി എടുക്കുക, അതാണ് നമ്മുടെ കഴിവ്. ഇപ്പൊ നിന്നെ മണ്ടൻ അല്ലെങ്കിൽ നീ മണ്ടിയാണെന്ന് എല്ലാവരും പറഞ്ഞാൽ നീ മണ്ടിയാവോ? ഇല്ല. നമ്മളുടെ വാശി കൂടും. നമുക്ക് എല്ലാ ബുദ്ധിയും ദൈവം തരുന്നുണ്ട് ഇല്ലേ? അത് ഏത് ബുദ്ധി എടുത്ത് പ്രയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. അതാണ് മെയിൻ പോയിന്റ്. നിന്റെ ഈ ബ്ലോഗിൽ നീ എന്താ ചെയ്യണേ? ഇനി അതിന് വീണ്ടും പവറാക്കണം. നമ്മുടെ ആൾക്കാരെ എന്തും പറയും, എന്താണ് നീ കാണിക്കണേ, എനിക്ക് പണിയില്ലെന്ന് ചോദിക്കും ഇല്ലേ? ചോദിക്കില്ലേ? അപ്പൊ നീ എന്ത് പറയണം? എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല, പക്ഷെ ഞാൻ പറയും ചോദിക്കണം. നിനക്കൊരു പണിയില്ല, നിനക്ക് പഠിച്ചുകൂടെ? ഇതെന്താണ് നിനക്ക് പരിപാടി ബ്ലോഗ് ചെയ്തോണ്ടിരിക്കാൻ? നിനക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇത് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പൊ എനിക്കൊരു ഇഷ്ടം തോന്നി അതിൽ ഞാൻ തുടങ്ങി. അതിൽ ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല. ഇതിപ്പോ നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമായിരിക്കാം. ദൈവം നമുക്ക് 1000 കഴിവൊന്നും തരത്തില്ല, ഏതെങ്കിലും ഒന്നേ തരൂ. അപ്പൊ അത് നമുക്ക് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ എനിക്ക് പഠനത്തിലായിരിക്കാം, സ്പോർട്സിലായിരിക്കാം, അങ്ങനെ വീഡിയോസിലായിരിക്കാം. അപ്പൊ ഏതാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണ്ടേ? പറഞ്ഞത് ചേട്ടന്മാരെ, എനിക്ക് ഒരുപാട് കഴിവ് തന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ കഴിവുകളും നമുക്ക് ഉപയോഗിച്ച് നോക്കാണ്. ഏതിലാണ് സക്സസ് ആവണമെന്ന് പറയില്ല. ട്രൈ ചെയ്യട്ടാ, ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ അവര് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എല്ലാ കഴിവും ദൈവം തന്നിട്ട് ആ ഒരു കഴിവ് മാത്രം നമുക്ക് പഠിക്കാനുള്ള കഴിവ് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കേണ്ടത്, എല്ലാ കഴിവും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും സക്സസ് ആവും. എല്ലാം ട്രൈ ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പൊ അടിച്ചു പൊളിച്ച് വളർന്നതാ. കേറി വാ മക്കളെ, മറ്റേ എന്താ പറയാ, അടിച്ചു കേറി വാ മക്കളെ അല്ലേ? ഓക്കെ, ഹാപ്പി ആയിരിക്കും. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാം. ജനങ്ങളോട് ഒരുപാട് സമയം ഇരുന്ന് സംസാരിച്ചു. സമയം പോയതേ അറിയില്ല, സത്യമായിട്ട് എത്ര സമയം പോയത്. അപ്പൊ സന്തോഷമാണ്, എനിക്ക് എന്താ പറയണേന്ന് അറിഞ്ഞൂടാ. നല്ല സന്തോഷമാണ് ഇത്രയും വലിയ വ്യക്തിനെ കണ്ടുമുട്ടിയത്. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഞാൻ വാരിയൊക്കെ കൊടുത്തു. എനിക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു.
ഞങ്ങൾ അവിടെ ഒരുപാട് നേരം ഇരുന്നു. എന്നെ ഇത് ഹെൽപ്പൊക്കെ ചെയ്തു, നന്നായിട്ട് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു പവറൊക്കെ തന്നു. നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഫുഡൊക്കെ പൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. ഇത് നമുക്ക് നമ്മുടെ പ്ലേസിലോട്ട് പോകണ്ടേ. അവിടെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റായി. പിന്നെ അവിടുന്ന് തന്നെ തിരിച്ചു അവിടെ ഇരുന്ന് ഇതിനൊക്കെ സംസാരിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സമയം പോയി. ഇനി നമുക്ക് നമ്മുടെ പ്ലേസിലോട്ട് പോകണ്ടേ. ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ നമ്മൾ ജടായു പാറയിൽ എത്താറായിരിക്കുന്നു. കുറച്ചുകൂടെ ഉള്ളൂ, നമുക്ക് അതിനുള്ളിൽ എത്തിയിരിക്കണം. നമ്മൾ ഫുൾ പവറിൽ അതിൽ കയറുന്നതായിരിക്കും. ഞാൻ ഈ വ്ളോഗിന് വേണ്ടി മാത്രം അവിടെ കയറുന്നതല്ല. എനിക്കൊരു താല്പര്യം അവിടെ കയറണം എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഞങ്ങൾ ചെന്നാലും അത് കാരണം ഞങ്ങൾക്ക് കയറാൻ പറ്റും. പക്ഷെ ഈ വട്ടം അങ്ങനെയല്ല, 5:30 വരെ കണ്ടുള്ളൂ ടിക്കറ്റ്. അപ്പൊ നമുക്ക് അതിന് മുമ്പ് അവിടെ ടിക്കറ്റ് മേടിച്ച് കേറിയിരിക്കണം. കേറണ്ടേ? ഫുൾ പവറായിട്ട് നമുക്ക് കയറാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. കയറാൻ അങ്ങോട്ട് തിരിക്കൂ, അങ്ങോട്ട് തിരിക്കൂ. ഫുൾ പോക്കണം. ആരും ഒന്നും കരുതരുത്. നമുക്ക് ചോദിക്കണം, വഴിയൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ ജടായു എർത്ത് സെന്ററിലോട്ട് കയറാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അവരൊക്കെ മുന്നേ പോകുന്ന നമുക്ക് പോണം, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടൂല. നമുക്ക് ടിക്കറ്റാണ് മുഖ്യം. എന്നിട്ട് നമ്മൾ റോപ്പിൽ കൂടി വലിഞ്ഞു മണ്ട അതിൻ്റെ മണ്ടയ്ക്ക്, എന്നിട്ട് റോപ്പ് എന്ത് കാറ് അങ്ങനെ ഇങ്ങോട്ടാണ് എൻ്റെ പേര്. എനിക്ക് അതിൻ്റെ പേര് ഒന്നും അറിഞ്ഞുകൂടേ. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും ആരും എന്നോട് ചോദിച്ചേക്കരുത്, ദേവത്തെ ഓർത്ത്. എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. ആകെ അറിയാം ഞാനിവിടെ കറങ്ങാൻ വന്നതാണ്, വെറുതെ ഒരു ബ്ലോഗിന് വന്നതാണ്. ഇതൊക്കെ മാത്രമേ എനിക്കറിയുള്ളൂ. ഇതിൻ്റെ ഹിസ്റ്ററി അത് എന്താണെന്നൊന്നും എന്നോട് ചോദിച്ചു. അതൊക്കെ ആ ഫ്രണ്ടിൽ പോകുന്ന ആളോട് ചോദിച്ചാൽ മതി. അതാണ് പോകുന്ന വ്യക്തിയോട് ചോദിച്ചാൽ മതി. എന്നോട് ചോദിച്ചിട്ട് വിളിക്കുന്നൊന്നുമില്ല, കാര്യം എനിക്കൊന്നും അറിയത്തില്ല. കമ്മോൺ ക്യാമറമാൻ, ആ ബോർഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ സ്ഥലത്തൊക്കെ എത്തിയിരിക്കുന്നു. നമുക്ക് എൻ്റർ ചെയ്യണം. കമോൺ, നമുക്ക് ചില്ലാട്ടി വരുന്നില്ല.
എന്റെ അമ്മയ്ക്ക് എപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്? ഇത്രയും നേരം ഒന്നും എന്താണെന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ അമ്മയ്ക്ക് ഫോട്ടോ ഞാൻ ഫോട്ടോ എടുക്കാം. എന്റെ അമ്മ എടുത്തു കൊടുക്കൂ. നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ഞാൻ അപ്പോഴേക്കും എന്റെ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്തോളാം. അവരുടെ ഫോട്ടോഷൂട്ട് നോക്കണം. ഞാൻ എന്റെ ക്യാമറമാനെ കാണിച്ചു തരണം. ക്യാമറമാൻ നീ ഇങ്ങോട്ട് നോക്കട്ടെ. അപ്പടാ കണ്ട കണ്ട നിൽക്കുന്നത് ഇപ്പൊ കണ്ടായിരുന്നു. നിൽക്കണത് ഇപ്പൊ കണ്ട. കുറച്ച് വെള്ളപ്പൂക്ക് ഉണ്ട്. നമുക്ക് വെള്ളപ്പൂവിനെ വൈകിട്ട് വെള്ളപ്പൂ മോനെ വെള്ളപ്പൂ. ഞാൻ എന്റെ അച്ഛനാടാ പോ എടുത്തു കൊടുക്ക്. ഇങ്ങനെ കരയോടാ കൊച്ചു. ഫുൾ ആളാണ്. നമുക്ക് പോകാം. എന്റെ ക്യാമറമാനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ എൻ്റർ ചെയ്യാറായി. നമ്മളെ എന്തുകൊണ്ട് പോവാണ്. ഇതാണ് അവിടുത്തെ സ്ഥലം. അപ്പോ നമ്മള് തൊട്ട് പോണ്. ടിക്കറ്റ് അമ്മയുടെ ഇതാണ്. ഇവിടെ അല്ലേ എന്തറിയാമായി അവര് കാണിക്കും. ക്യാമറമാൻ ചോദിക്കാണ് ഇതെന്ന് കയറി ചെല്ലുമെന്ന്. എന്ന് കയറി ചെല്ലും. നാളെ ഒരു വർഷം കഴിഞ്ഞിരിക്കും മുമ്പ് കയറി ചെല്ലാൻ പോകുന്നു. കാര്യം ഒന്നതിൻ്റെ എനിക്ക് ആരാണ് നിൽക്കുന്നത്. ഇവിടെ പോലെ 1 2 പേര് ഇട്ടിട്ട് എടുത്ത് കളയടാ എന്നിട്ട് ഞങ്ങളെ കയറ്റി വിടറാ. എനിക്ക് ദേഷ്യം. നല്ല തണുപ്പാ. എനിക്ക് ഈ ജടായിപ്പാറ നല്ല കേട്ടോ. പക്ഷെ കയറാനല്ല ഇവിടെ കിടന്ന് പോകട്ടെ. കാര്യം ഇവിടെ നല്ല തണുപ്പുണ്ട്. നമുക്കൊരു പായൊക്കെ മേടിച്ചിട്ട് ഇവിടെ നിന്ന് കിടന്നിറക്കി ഇവിടെ മേടിക്കാം. അതൊന്നും ഉപയോഗിക്കണ്ട. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഞങ്ങളെപ്പോഴും ഒരു പണിയുമില്ല. എന്ത് ചെയ്യുന്നത്? കുറയുന്നു. നിങ്ങളിത് കാണുക. കാണിച്ചു കൊടുക്കൂ. കുറയുന്നു. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യേ. കാറിൽ കയറാൻ പോവുകയാണ്. ഗൈസ് എനിക്ക് തുകയും അതും ഇതൊന്നും അറിഞ്ഞൂടാ. അമ്മ 1060 അത് മാറ്റപ്പെട്ടു. ഇതൊക്കെയാ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ കയറിയ നമ്മുടെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. അതായത് ഇങ്ങനെ ഈ റോപ്പ് ഈ സംഭവം ഉള്ളത് റോപ്പ് സ്റ്റാർ ഉള്ളത് എവിടെയൊക്കെയാണ് കേരളത്തിൽ എവിടെയൊക്കെയാണല്ലോ. മലമ്പുഴയിലുണ്ട്. മലമ്പുഴയിൽ കയറുമ്പോൾ ഇതാണ് ഇത് കാണിച്ചു തരുന്നത്. ഇത് ഒഡീസയിലുള്ളത്. ഇത് ഗുജറാത്തിൽ കണ്ടോ ഇത്രയും അടിപ്പൊക്കത്തിൽ നിന്ന് അത് പോകുന്നത്. അവരുടെ സുരക്ഷ. ഇത് ഗുജറാത്തിലുള്ളത്. ഇത് പഞ്ചാബി ഹരിദ്വാർ. ഇത് നമ്മുടെ കേരളത്തിലാണ് ജഡായിലാണ്. ജഡായി പാറ കണ്ടിട്ട് നോക്കൂ. സ്ഥലം കണ്ടോ? അതാണ് ജഡായി പാറ. അവിടെയാണ് ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത്. നമുക്ക് കേറണം. എന്ത് ചെയ്താലും ഈ ബ്ലോഗ് തിരിഞ്ഞു ഞാൻ അവിടെ കയറിയ സ്ഥലം ചുറ്റിക്കാണിക്കുന്നതായിരിക്കും. കാശ് നന്നായിട്ട് ഇതുണ്ട്. പൈസയുടെ സത്യം പറഞ്ഞാൽ പോക്കറ്റ് അനുഭവമാണ്. കാരണം ഇങ്ങനെ ഒരു ഫ്ലൈറ്റില് നമ്മള് എയർപോർട്ടിനെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു അനുഭവം എങ്ങനെയാണ് അതുപോലെ ലഭിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് തന്നെ നമ്മൾ കയറുന്നതിന് മുമ്പ് നമുക്ക് സുരക്ഷാ നിർദ്ദേശങ്ങള് 2 ഭാഷയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസും സുരക്ഷയും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടത്തെ ഇത് കാണേണ്ട അതിന്റെ ഡീറ്റെയിൽസും അതിനൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫോട്ടോ ഗർഭിണികളും റോപ്പ് വേയിൽ കയറുന്നത് ഒഴിവാക്കും. ഇതിന്റെ ഫോട്ടോ ഞങ്ങള് ഇത് സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങളത് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് വരണോ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അല്ലേ അമ്മ?
ഇത് പേടിയുള്ളവർ നീര് കയറരുത്. പേടിയുള്ള അധികമായി ഭയമുള്ളവര്, ഗർഭിണികള്, അപസ്മാര രോഗമുള്ളവര്, ഹൃദയ രോഗമുള്ളവര്, പകർച്ചവ്യാധിയുള്ളവര്, ഗർഭിണികള് ഇവരൊന്നും ഇതിനകത്ത് കയറാമെന്നാണ് പറയുന്നത്. ഇത് രോഗങ്ങൾ എന്താണമ്മ? അപസ്മാരം എന്ന് പറയുന്നത് മറ്റേ ഫിക്സിന്റെ അസുഖം. ഫിക്സിന്റെ അസുഖമുള്ളവർ ഇതില് കയറാവുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നാണ് ജാനി എന്നൊക്കെ ജാനി കയറാതെ ഒഴിവാക്കാൻ നോക്കുക. ഇവിടെ ഒച്ച കുറച്ച് ഞാൻ സംസാരിക്കാൻ കാര്യം, ഇവിടെ ഒച്ച കുറച്ച് സംസാരിക്കാൻ എന്റെ വീട്ടുകാരെന്നോട് പറഞ്ഞു. എല്ലാവരും ഞാൻ കാറിയല്ലേ ഡാനിഷ് നമ്മൾ എന്തൊരു നമ്മളിപ്പോ അങ്ങോട്ട് കയറാൻ പോവാ അല്ലേ ഗൈസ്? നമ്മൾ അങ്ങോട്ട് ഇപ്പൊ കയറാൻ പോവാണ്. അവിടെ കാണിച്ചു കൊടുക്കും. പപ്പ ടിക്കറ്റ് എടുക്കാൻ പോയി. ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റിൽ ഞങ്ങൾ എന്താ ചെയ്യാ നമ്മൾ അങ്ങോട്ട് എന്താ പറയാ, ഇപ്പോഴും നമുക്ക് സ്ഥലമായിട്ടില്ല, ഇനിയും കിടക്കുവാണ്. ഇച്ചിരി വെയിറ്റ് ഒക്കെ ചെയ്യണം. നമ്മള് വാക്കുമൊക്കെ നടന്നു പോകും. എന്താ സുഖമായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് ഇരിക്കണം. വെയിറ്റിംഗ് ഉണ്ടോ അപ്പ? വെയിറ്റിംഗ് ഉണ്ടോ? എന്ത് ചെയ്യാനാ, പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് വരണമെങ്കിൽ ഒരുപാട് നേരം പോയി. അപ്പോഴേക്കും നിങ്ങൾ ആ സൈഡിലൊരു സാധനം കണ്ടോ? സഹോദരം നോക്കിട്ട് വരാം. ആ ഗ്രഹം പോയി കൊണ്ടുപോയത് ആ രഥത്തിലാണ് സീതാദേവിയെ കൊണ്ടുപോയത്. അതിന്റെ ആ ഒരു ഇതാണ് തോന്നുന്നു ഐതിഹ്യത്തിന്റെ ആ ഒരു ചെറിയ ഫ്ലോട്ട് പോലെ. നമുക്ക് അപ്പൊ പോയി അത് ചെക്ക് ചെയ്തിട്ട് തരാം. കമ്മോ ആ സീതാദേവി അപ്പൊ പുള്ളിക്കാരത്തിന് രഥത്തിൽ കയറ്റി കൊണ്ടുപോയതാണ് ഈ രഥം എന്നാണ് പറയുന്നത്. നമുക്ക് ആ രഥം കാണിച്ചു കൊടുക്കൂ. ടോട്ടൽ ഇവിടെ 6 കുതിരയുണ്ട് ഗൈസ്. കാര്യം ഇപ്പൊ എന്നിട്ടാണ് വന്നത്. അത് അറിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇവിടെ 6 കുതിരയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, ഞാൻ ചടിച്ചെടുക്കറ് ഈ പുള്ളിക്കാറ്റ് കേസുകളിപ്പോ കാണുന്നു. ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ഒക്കെ വന്നവരൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നതൊക്കെ ഗൈസ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് നടന്ന് കയറാൻ എന്റെ പപ്പയ്ക്ക് വയ്യാത്തോണ്ട് തന്നെ നമ്മൾ ലിഫ്റ്റിൽ പോകുകയാണ്. അത് കാരണം ഞങ്ങൾ ഇവിടെ 4 എണ്ണം നിൽക്കുകയാണ്. ഇവിടെ ചാരി ബട്ട് ഞാൻ ചെയ്തത് നമ്മൾ ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യുന്നത്. ഇഷ്ടം പോലെ സാധാരണ സെക്കൻഡ് അല്ലേ അമ്മ? ഇതിന്റെ അപ്പുറത്ത് ഒരെണ്ണത്തിൽ എത്ര വരാ? സെക്കൻഡ് ക്യാബിനിലാണ് നമ്മൾ കയറേണ്ടത്. ചാടടാ 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 ചാടണം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ക്യാബിൽ കയറുകയാണ്. ഇനി പോകേണ്ടത് മാത്രം വെച്ച് ഇനി മണ്ടയിലെത്തിട്ട് വ്ലോഗ് ചെയ്യാം. എനിക്കിവിടെ മടി. ഫ്രണ്ട്സ് മണ്ടയിലെത്തിട്ട് വ്ലോഗ് ചെയ്യാൻ എനിക്കിവിടെ എത്തുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് പുറകിൽ നമ്മൾ ക്യാബ് ആണ്. അപ്പൊ നമുക്ക് ഈ സൈഡൊക്കെ നോക്കാം. നോക്കൂ.
ജഡായി പറഞ്ഞ് നമ്മൾ എത്തുകയാണ്. അതിന്റെ കണ്ണുണ്ടാവും, ഇഷ്ടമില്ലേ? എന്റെ കണ്ണ് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പോണെങ്കിൽ ഞാൻ വീട്ടിൽ പോകുമ്പോ ആ കണ്ണ് കുത്തിക്കൊണ്ടുപോകും. അമ്മ കണ്ണ് എല്ലാം കൊണ്ടുണ്ടാക്കിയതാ. എന്തോ ബ്ലാക്ക് ചില്ലാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അതിന്റെ ഡേറ്റ് ജഡായി പറയുന്നത് അവസാനം എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പാറയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതാണ് പാറയാണ് ഗൈസ്, നിങ്ങൾക്ക് പാറ കാണിച്ചാൽ അതാണ് ജഡായി പാറ എന്ന് പറയുന്നത്. ഇതുവരെ അതിന്റെ എൻട്രൻസ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല, അവിടെ പണി നടക്കുവാണെന്നാണ് പറയുന്നത്. അവിടെ പണി തീരുമ്പോ അന്ന് നമുക്ക് ഒന്നും കൂടി കാണാം. എന്നിട്ട് അതിന്റെ ഇൻസൈഡിൽ പോയിട്ട് ആ കണ്ണെന്തോ കണ്ടുപിടിച്ചിരിക്കും. കണ്ണെന്നിട്ട് ഞാൻ അടിച്ചു മാറ്റും. എനിക്ക് ആ കണ്ണ് വേണം, ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചെടുത്തോന്ന്. പക്ഷെ എന്ത് ചെയ്യുന്ന പ്രശ്നമേ, സണ്ണ് നോക്ക്, സൺസെറ്റ് ഭയങ്കര ഇഷ്ടമുണ്ട്. നമുക്കത് എന്തായാലും വ്യൂ കാണിച്ചു കൊടുക്കാം. അപ്പോ എന്റെ പാരന്റ്സ് ഇവിടെ വെച്ച് കാണുന്നത് ഇത്രയും നേരം വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. സോറി, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ഫോട്ടോ ഷൂട്ടിങ്ങിനായിരുന്നു ഗൈസ്. നമുക്ക് പോയി എന്റെ പാരന്റ്സ് തപ്പണ്ടേ. എന്റെ പാരന്റ്സ് ഇസ് മിസ്സിംഗ് ഗൈസ്. മൈ പാരന്റ്സ് ഇസ് സോ മച്ച് മിസ്സിംഗ് ഗൈസ്. എന്റെ പാരന്റ്സ് അവിടെ അമ്മ ഗൈസ്. എന്റെ അമ്മാനും അപ്പാനും കാണുന്നത് ഇതാണ് ജഡായി പാറ. ഇതെന്തിനാടാ? ഇതന്നെ എനിക്ക് എപ്പോഴും പേരിട്ട് പോകും. നീ എവിടെ ഇരിക്കട്ടാ? എന്റെ വീട്ടിൽ എടുത്താണോ ഒരു ഫോട്ടോ? കേറാൻ പാടില്ല. ഗൈസ് നോക്ക് ഗൈസ്, 2 പേരെ എനിക്ക് കിട്ടി. ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് മണ്ടേ പോവാം. മണ്ടയിൽ സൺസെറ്റ് കാണാം. കളഞ്ഞു പോയ 2 എനിക്ക് ഇപ്പൊ വഴി വെച്ച് കിട്ടിയിരിക്കുന്നു. കളഞ്ഞു പോയ 2 എനിക്കിപ്പോ വഴി വെച്ച് കിട്ടിയിരിക്കുന്നു. എടുക്കണം എന്റെ ഫോട്ടോ. ഞങ്ങൾ ആദ്യം അവിടെ പോയിരുന്നു, അതിന്റെ ചിറകിൽ പോയിരുന്നപ്പോ അവിടെ എന്റെ കാട്ടിൽ പോകാൻ പറ്റൂലെന്ന് അറിഞ്ഞു. എന്റെ കാട്ടിൽ ചോദിച്ചാണ്. ഞാൻ വെറുതെ അങ്ങോട്ട് കൊണ്ട് കറങ്ങി നടക്കുവാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം. അത് നോക്കില്ല അപ്പാഴല്ലേ വിളിക്കണം. അപ്പാ അമ്പലത്തിൽ പോണ്ടേ? അമ്മയെ കാണാൻ പോകണ്ടേ? അമ്മയോട് ഈ സമയം ചോദിക്കുന്നത് വേണം. അമ്മ അമ്പലത്തിൽ പോകണ്ടേ? അമ്മ നോക്കാം, അത് കേറാൻ പറ്റുമെങ്കിൽ. ഓക്കെ, സമയം ഒരുപാട് താമസിച്ചു. ഒരുപാട് താമസിച്ചിട്ടുണ്ട്.
ഒരുപാട് ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ വന്നപ്പോ തന്നെ ടിക്കറ്റ് തീരാനായി കിടക്കായിരുന്നു. അപ്പൊ തന്നെ ആൾ കുറവില്ല. ഇപ്പോൾ വന്നപ്പോ ആഘോഷം സ്ഥലത്തുണ്ട്. നമുക്ക് അവിടെയൊക്കെ പോകണം. ഇത് ഫുള്ളും കവർ ചെയ്യണം. ടെമ്പിളാണ് ഞങ്ങളുടെ. അമ്മ ടൂറാണ്. രാമ ടൂറുണ്ട്. നമുക്ക് ഇവിടെ നോക്കുന്നത് നോക്കാൻ വന്നതേ ഉള്ളൂ. ആരും ഒന്നും വിചാരിക്കും. ണ്ട് ഉണ്ടോ ഇവിടുത്തെ ബുദ്ധനെ കണ്ടിട്ടാണ് വാനര കൊടുക്കുന്നുണ്ട്. ഇത് എന്തൊക്കെ ചെയ്യേണ്ടത്, പൂജ ചെയ്യേണ്ടതൊക്കെ കൊടുക്കേണ്ട പൈസകളെ കുറിച്ചുള്ള വിവരങ്ങൾ. ശ്രീരാമസ്വാമിക്ക് പുണർദം ദിനം പൂജ 2500 രൂപ. ശ്രീരാമസ്വാമിക്ക് ഒരു നേരത്തെ പൂജ. നമ്മളിവിടെ പിക്ക് എടുത്തു. എനിക്ക് കോഫി ഇടിയോ നോക്കുന്നേ. അതൊക്കെ 5-10 മിനിറ്റ് നേരത്തെ ഇതാണ്ട ശ്രീരാമ പാതാണ്. എന്റെ അമ്മ തെറ്റാണ് പറഞ്ഞത്. പക്ഷെ ആ വെള്ളം ഞങ്ങൾ കണ്ടില്ല. വെള്ളം എവിടെയാടാ? അപ്പൊ ആ വെള്ളം എവിടെയായിട്ട് കാണിച്ചത്? ആ കേറി അകത്ത് ഞങ്ങളൊരു വെള്ളം കാണിച്ചില്ലേ? അത് അവിടുത്തെ വെള്ളമായിരുന്നു. ഫ്രണ്ട്സ്, ഇവർക്ക് ഞങ്ങളെ വേണ്ട എന്നാണ് തോന്നുന്നത്. ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളിട്ടിട്ട് പോകും. ഇത് തെറ്റായ കാര്യമാണ്. മക്കളെങ്ങനെ കാണിക്കാൻ പറ്റില്ല.
ഈ ഷൂ ഇടാൻ നേരത്തെ ഞാൻ കുനിഞ്ഞ ഒന്നും ശ്വാസമില്ല. കുനിഞ്ഞപ്പോ ഉള്ള നല്ല ജീവൻ പോയി. ഇവിടെ ഇവരൊക്കെ തറകലിരിക്കുന്നയാ. പിടിച്ചടിച്ച് പറഞ്ഞു. എനിക്ക് കേറ്റ ഇച്ചിരി പണിയാണ്. ഇവിടെ അവർക്ക് അതിനെ കൂടി പോകണം, നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ആയിരുന്നു തോന്നുന്നു മറ്റേ ആ വെള്ളത്തിന്റെ സെറ്റപ്പ്. നമുക്ക് നോക്കാം. അപ്പൊ അവിടെ വേണം വെള്ളത്തിന്റെ സെറ്റപ്പ്. മൂല കിടന്ന് വെള്ളത്തിന്റെ സാധനം തന്നെയാണ്. സാധനം തന്നെയാണ്. ഇതിന്റെ ഹൈറ്റ് നമ്മള് പുറത്തേക്ക് കാണുന്ന പോലെയല്ല, ക്യാമറയില് ഹൈറ്റ് കാണാതെ. ഞാൻ അതിന്റെ മുകളിൽ പോയി നിൽക്കാം. അപ്പൊ നിങ്ങൾക്ക് ഹൈറ്റ് അതിന്റെ എത്രത്തോളം മനസ്സിലാവും. ഇപ്പൊ കിടന്നല്ലേ ഇതുണ്ടോ? എന്നിലും മുതുക്കലാണ് കഴിച്ചത്. കണ്ടോ, ഞാൻ ഇതിന്റെ അടിയിൽ നിൽക്കുമ്പോ വാവിച്ച് എന്റെ കൈ കൊണ്ട് അങ്ക് വരെ പോലും എത്തത്തില്ല. നല്ല ഹൈറ്റാണ്. ചെറിയ പണിയാണ് എന്നല്ല. ഇത് ആനമുട്ട കേട്ടോ. അപ്പൊ ഞാനും ഇട്ടിരിക്കാൻ ഒറ്റയ്ക്കിരിക്കാതെ എന്റെ തള്ള വരാത്ത ചെറിയ കയ്യബദ്ധം ആരെക്കൊണ്ടാ പറ്റാത്തത്. എനിക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റി. ആ അമ്പലത്തിന്റെ അതിലെ കൂടി കേറി അവിടെ ചെറിയ വഴിയാണ്. ഞാൻ അപ്പൊ ചോദിച്ചു നമുക്ക് അതിലെ കൂടി ഒന്ന് പോയിട്ട് വരുന്നു. അപ്പൊ പറയാൻ സമയമില്ല, അപ്പോൾ അവിടെ വലിയ രീതിയിൽ ഒന്ന് കാണത്തില്ല. പക്ഷെ അവിടെയായിരുന്നു ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത്. അവിടെ ആ പ്രാവ് കുടിച്ച വെള്ളത്തിന്റെ സംഭവം അത് ഇതൊക്കെ ആയിരുന്നു. നോക്കുക നിങ്ങൾ അത് ഉണ്ടോ? നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കണ്ടോ? ഞാൻ പിന്നെ എപ്പോഴും അടുത്ത വട്ടം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കാണിച്ചിരുന്നായിരിക്കും. ചെറിയൊരു കയ്യബദ്ധം ആരെക്കൊണ്ടാ പറ്റാത്ത അല്ലേ? അല്ലടാ, നീ ഒന്നും പറയടാ. സത്യമായിട്ട് ഞാൻ പറയണ, ഞാൻ ആദ്യം ചോദിച്ചതാ. അപ്പ പറഞ്ഞു സമയമില്ല പെട്ടെന്ന്. അപ്പയ്ക്ക് ശേഷം പിന്നെ എന്റെ ക്യാമറമാന് ഭയങ്കര ചോർച്ചില്ലായിരുന്നു. അതാണ് എന്റെ ക്യാമറമാൻ ഭയങ്കര ബോറിങ് ക്യാമറമാനാണ് എന്റെ. ഞാൻ ക്യാമറമാനോട് ചോദിച്ചാൽ നിന്റെ ഫേസ് ഞാൻ കാണിച്ചാത്ത. അപ്പൊ അവൻ പറയോ, നീ എന്റെ ഫേസ് കാണിച്ചാൽ നിന്നെ ഞാൻ അടിച്ച് പുറത്താക്കും പറഞ്ഞു. അത് പിടിച്ചോണ്ട് മാത്രം ഞാൻ കാണിച്ചത്. സോ സിമ്പിൾ. പപ്പുണ്ട് ഇപ്പൊ കിടന്നെ ഞാൻ നിലത്ത്. ഈ ഭാഗമാണ് ചിറക് വെട്ടിക്കളഞ്ഞത്. ഒറ്റ ചിറക് വെട്ടിപ്പോയ ഈ ഒരു ഭാഗമാണ്. Museum working in progress. Please notice museum entry will be through the ticket only. എന്താ അതിന്റെ പണി നടക്കുന്ന അങ്ങോട്ട് കയറാൻ പറ്റുന്നു. അതിന് എപ്പോഴാ തീരുന്നേ? അതിപ്പോ കയറാൻ പറ്റില്ല. മങ്ങി പോര് എൻട്രി. അതിന്റെ വർക്കും പ്രോഗ്രസ് നടക്കുന്നേ ഉള്ളൂ. ചായ വന്നു. നമുക്കിപ്പോ ചായ കുടിക്കാൻ പോയിട്ട് വരാം. കൊണ്ട് ഞങ്ങൾ ചായ ഇരിക്കുന്നുണ്ട്. എന്റെ പാരൻസ് ഞങ്ങൾ ഇട്ടിട്ട് പോയി. എത്ര വട്ടം ഇട്ടിട്ട് പോയെന്ന് പറയും. ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോ അവര് അപ്പുറം ഫുള്ള് റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് ചായ കുടിക്കും. ഞങ്ങളിപ്പോ എത്ര മണിക്കൂർ റിക്ഷ എണ്ണ അത് തപ്പേന്ന് നിങ്ങൾക്ക് അറിയോ? നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ചായ ആണോ അമ്മ? ചായ കുടിയൊക്കെ തുടങ്ങി. അമ്മ കാണിച്ചോ? ചായ കുടിച്ചിട്ട് വരാം ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇന്ന് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറേ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് വിടുക.
പിന്നെ എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയുക. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, ബെൽ ബട്ടൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചു അവനൊക്കെ. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്ക് കാണാം. എൻ്റെ അപ്പൻ എന്നെ തൂക്കിയെടുക്കും. ഓക്കെ ബൈ.